ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എല്ലാവർക്കും ഈ ചാനലിൽ സ്വാഗതം. ഇത് ടാരോ വാരിയർ മലയാളം ചാനലാണ്. അപ്പോൾ ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് നവംബർ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഒരു റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലെ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് ബേസ് ചെയ്യണത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പക്ഷേ പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം, ഇല്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്, അവിടെയും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ലിങ്കിൽ കിട്ടും. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ നവംബർ മന്ത്ലി മെസ്സേജസ് വരണേ, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഈ മാസം എന്ന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ് നിങ്ങളുടെ നവംബർ മാസത്തിൻ്റെ എന്താ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ കാർഡ് ഇവിടെ? ഇത് നമ്മൾ ആദ്യം ഓറക്കിൾ കാർഡ്സ് ആണ് എടുക്കാൻ പോണത്, അത് കഴിഞ്ഞിട്ടാണ് ടാരോ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കാർഡ് ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോഗ്സ്, ഗെറ്റിംഗ് ടുഗെദർ വിത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ ഈ മാസം കുറേ മീറ്റിങ്സ് ഉണ്ടാവും, ഗെറ്റ് ടുഗെദേഴ്സ് ഒക്കെ ഉണ്ടാവും. ബോട്ട് വന്നിട്ടുണ്ട്, മണി ഓർ പ്രോപ്പർട്ടി ത്രൂ ആൻ ഇൻഹെറിറ്റൻസ്, വിന്നിങ് ഓർ വിൻഫോൾ. കുറേ പൈസ വരണ എനർജി കാണാണ്ട് ഈ മാസം ഫിനാൻഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല മാസമായിരിക്കും. ഇവിടെ മൂന്നാമത്തെ കാർഡ് ക്ലബ്, someone will try to make you do something against your will. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ട് ആരോ വേറെ പേഴ്സൺ എന്തോ നിങ്ങളോട് ചെയ്യാൻ പറയും, നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവും നിങ്ങളുടെ മുകളിൽ. നാലാമത്തെ കാർഡ് ഇവിടെ കപ്പ്, യു ഷുഡ് ആക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം. അപ്പോൾ ചിലവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കിയാൽ അതൊരു വാലിഡ് ക്രിറ്റിസിസമാണ് വെച്ചാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. ലോബ്സ്റ്റർ, ഫിനാൻഷ്യൽ പിഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറേ പൈസ വരുന്നുണ്ട്, പക്ഷേ അത് ചിലവാക്കാണ്ട് നോക്കണം. എന്താ വെച്ചാൽ ഇവിടെ ഫിനാൻഷ്യൽ പിഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ചിലവർക്ക് ഒരു ബാഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടായാലും പ്രശ്നമാണ്. എന്താ വെച്ചാൽ എത്രയും പൈസ വന്നാലും ആ പൈസ തികയില്ല. മണി പാത്ത് വിത്ത് മണി ഈസ് വെയിറ്റിംഗ് ഫോർ യു ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ പൈസീസ് ഈ മാസം ഫിനാൻഷ്യൽ മെസ്സേജസ് ആണ് കൂടുതൽ വന്നിരിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ മണി മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ടാരോ റീഡിങ്ങിൽ നോക്കാം എന്താണ് മെസ്സേജസ് വരണതെന്ന്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജി, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ഹൈ പ്രീസ്റ്റസ് പൈസീസിൻ്റെ തന്നെ എനർജിയാണ്. പാസ്റ്റിൻ്റെ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് കപ്സ്. കറണ്ട് എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ എനർജി നൈറ്റ് ഓഫ് കപ്സ്. ചാലഞ്ച് പൊസിഷനിൽ നൈൻ ഓഫ് പെൻറ്റിക്കിൾസ്. അഡ്വൈസ് പൊസിഷനിൽ ഡെത്ത്. ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് വാൻസ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ഓവറോൾ എനർജി ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് പൈസീസ് എനർജിയാണ്. അപ്പോൾ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി ആക്ച്വലി ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്. കുറേ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് ഈ ഇൻറ്റ്യൂട്ടീവ്ലി കുറേ മെസ്സേജസ് വരുന്നുണ്ട് വെച്ചാൽ അതിൽ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ കുറേ സ്ട്രോങ് ആണ്. ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് തരാൻ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ഗൈഡൻസ് ഉണ്ട് അവിടെ. ഹൈ പ്രീസ്റ്റസ് കുറേ ഒരു സീക്രറ്റ്സിൻ്റെ എനർജിയും ആവാം. അപ്പോൾ
എന്താണ് ഈ ഹൈ പ്രീസ്റ്റസ്? 7 ഓഫ് പെന്റിക്കിൾസിന്റെ എനർജി ഇവിടെ കാണാണ്ട്. ജഡ്ജ്മെന്റ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ് കുറേ ഉണ്ടാവും ഈ മാസം. അതുമാത്രമല്ല, ഈ മാസം നിങ്ങൾക്കൊരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ഉണ്ട് ഒരു പേഴ്സണെ കുറിച്ച്, ഇല്ലാച്ചാൽ ഒരു സിറ്റുവേഷനെ കുറിച്ച്, അതല്ലാച്ചാൽ കരിയറിൽ എന്തെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കുറേ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ സംഭവം നിങ്ങൾ പറഞ്ഞ ആക്ച്വലി ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്യായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയോ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അത് ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, ഇല്ലാച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഔട്ട്കം ഉണ്ടാവും, ഇല്ലാച്ചാൽ ഈ സിറ്റുവേഷൻ ആദ്യം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്, ഇല്ലാച്ചാൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ വന്നാൽ ഞാൻ കാണുന്നത് ആ ഇൻറ്റ്യൂഷൻ ഈ മാസം കൺഫേം ആവും. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ ജഡ്ജ്മെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ എന്തോ ഒരു വലിയ ചേഞ്ചാണ് ഞാൻ കാണുന്നത് ഇവിടെ. ഒരു വലിയ മാറ്റം വരണ മാതിരി ഒരു എനർജി, ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കം, അതും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയുന്നത് വെച്ചാൽ അതിൽ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ അത് നിങ്ങളെ ഗൈഡ് ചെയ്യണു. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കം, ലവ് റിലേഷൻഷിപ്പാണ്, ഒരു റൊമാൻറ്റിക് എനർജിയാണ് ഇത്. അപ്പോൾ ഈ ഏസ് ഓഫ് കപ്സ് എന്താണ്? 2 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തിനും രണ്ട് സൈഡിനും ഈക്വൽ ലവ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, അവർക്കും നിങ്ങളെ ഇഷ്ടമാണ്. ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, കുറേ ഒരു സ്പിരിച്വൽ കണക്ഷനാണ്, ഒരു ഇമോഷണൽ, ഫിസിക്കൽ, സ്പിരിച്വൽ. ഓക്കെ, 3 തരത്തിലും ഒരു നല്ല കംപ്ലീറ്റ് കണക്ഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും ഇതുതന്നെയായിരുന്നു മനസ്സിലുള്ളത്. അത് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടാവണം, ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. അപ്പോൾ കറണ്ട് എനർജിയിൽ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി കാണാണ്ട്. ഈ പേഴ്സൺ ആരാണ്? ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആവാം. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ പൈസീസ് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇവിടെ ഒരു വേറെ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ നോക്കണു. ഈ പേഴ്സൺ ഒരു ഫയർ സൈൻ ആണ്. ഓക്കെ, പക്ഷേ ഈ പേഴ്സണിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വരും, ഡിസപ്പിയർ ആവും, വരും, പിന്നെ ഒരു ന്യൂസും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സൺ എവിടെ പോയി എന്നെ പോലും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല ഇവിടെ. ഓക്കെ, ഈ പേഴ്സൻ്റെ ഭാഗത്തിന് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല, ഒരു സ്ഥിരത ഇല്ല. അപ്പോൾ ആദ്യം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ നോക്കണു. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു റൊമാൻറ്റിക് മെസ്സേജാണ്, ഒരു റൊമാൻറ്റിക് എനർജിയാണ്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് കപ്സ് എന്താണ്? ഇവിടെ 4 സോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, നിങ്ങളുടെ കൂടെ കുറേ ഫ്ലേർട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും കുറച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അത് എന്താണ് ഈ പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താ മെസ്സേജ് ചെയ്യണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓൾറെഡി വേറൊരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ ഇത് കുറച്ചൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. എന്താ വെച്ചാൽ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യണത്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഈ മാസം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഞാൻ കാണുന്നുണ്ട്, കുറേ ഒരു ലക്ഷറി ഉള്ള ലൈഫ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഇമോഷണൽ കാര്യങ്ങൾ കുറച്ച് സൂക്ഷിക്കണം. അതുമാത്രമല്ല നിങ്ങൾ ചിലവാക്കുമ്പോഴും സൂക്ഷിക്കണം. എന്താ വെച്ചാൽ പൈസ എവിടെ പോകണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ പറഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലാണ്ട് ചിലവ് ഉണ്ടാവാൻ വഴിയുണ്ട്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ഈ ഷോപ്പിംഗ് പിന്നെ ചില കാര്യത്തിൽ സ്പെൻഡ് ചെയ്യണത് ചിലപ്പോൾ അത് കൂടി പോവും. ചിലവ് എല്ലാം കുറേ ഓവറായി പോവും. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് സൂക്ഷിക്കണം. അതുമാത്രമല്ല ഇമോഷണലി ഞാൻ കാണുന്നത് കുറേ ഒരു ആങ്സൈറ്റിയുടെ എനർജിയും ഉണ്ട് ഇവിടെ. 8 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ ഒരു എൻഡിങ്ങും ഞാൻ കാണുന്നുണ്ട്. ഇമോഷണലി നിങ്ങളൊരു സിറ്റുവേഷനിൽ വാക്ക് അവേ ചെയ്യണം.
ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് തന്നെ ഇവിടെ ഡെത്താണ്. അപ്പോൾ അഡ്വൈസ് തന്നെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഏതോ ഒരു സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ പാസ്റ്റ് പേഴ്സൻ്റെ കണക്ഷനിലാണ്. ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ കോംപ്ലിക്കേഷൻസ് ആണ് അത് ക്രിയേറ്റ് ചെയ്യണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി വേറൊരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ ഈ പേഴ്സൺ വെറുതെ നിങ്ങളുടെ ലൈഫിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വയ്ക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലും ക്വീൻ ഓഫ് വോൺസ് ആണ്, ആ സെയിം ഫയർ സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾക്ക് ഇത് ഇപ്പോൾ അറിയണ്ടാവില്ല, പക്ഷേ ഈ പേഴ്സൺ ഒരു സഡൻ അപ്പിയറൻസ് ആണ് ഉണ്ടാക്കുക നിങ്ങളുടെ ലൈഫിൽ. ജസ്റ്റിസ് എനർജി ഉണ്ട് ഇവിടെ, ലീബ്ര എനർജി, 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പം ഞാനിവിടെ കാണുന്നത് ഒരു കാർമിക് എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു പേഴ്സൺ വരണത് അവർക്ക് അവരുടെ കർമ്മ കിട്ടിയിരിക്കണു. അവർ നിങ്ങളെ മുമ്പേ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇല്ല മുമ്പേ അവർ നിങ്ങളുടെ കൂടെ ഒരു ശരിയായി ഒരു ബിഹേവിയർ ആയിരുന്നില്ല അവരുടെ. പക്ഷെ ഇപ്പോൾ അവർക്ക് അവരുടെ ചെയ്ത കാര്യത്തിന് ഒരു കർമ്മ കിട്ടിയ മാതിരി അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യണു, അവർക്ക് തിരിച്ചു വരണം എന്നുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിൽ അതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ആവണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചൂസ് ചെയ്യാൻ വരണു. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു ഇംബാലൻസ് ആയിട്ട് ക്രിയേറ്റ് ആവണ എനർജി കാണാണ്ട്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഔട്ട്കം ആയിട്ട്. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മെസ്സേജിൻ്റെ എനർജിയാണ്. ഇവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണ ഒരു സിറ്റുവേഷൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാസ്റ്റിന് ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അവർ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത്രയും കൺഫ്യൂഷനാണ് അത് ക്രിയേറ്റ് ചെയ്യണത്. ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസത്തിൻ്റെ മന്ത്ലി റീഡിങ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഒരു ബോണസ് റീഡിങ് നിങ്ങൾക്ക് വേണം വെച്ചാൽ കമൻസിൽ ബോണസിന് എഴുതുക. ഏത് സൈനിന് വേണ്ടിയിട്ടാണ്, ഏത് സൈനിനാണ് ഏറ്റവും കൂടുതൽ ബോണസ് മെസ്സേജസ് കിട്ടിയാണെന്ന് വെച്ചാൽ ആ സൈനിന് മാത്രമാണ് ഞാനൊരു ബോണസ് റീഡിങ് ചെയ്യുള്ളൂ. അപ്പോൾ ലാസ്റ്റ് മന്ത് ഞാൻ എക്വേറിയസിന് വേണ്ടിയിട്ടായിരുന്നു ബോണസ് റീഡിങ് ചെയ്തത്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഒരു ബോണസ് റീഡിങ് വേണം വെച്ചാൽ കമൻസിൽ ബോണസ് എഴുതുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.